ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ ഔസലുഹും ലിറഹ്മിഹി, ഏറ്റവും നല്ല കുടുംബ സ്നേഹിയാൻ അനസ് റളിയല്ലാഹു അൻഹു. 10 കൊല്ലത്തെ ഖാദിമാണല്ലോ, മുത്തുനബിയുടെ പലതും ഒപ്പിയെടുത്ത മുത്താണല്ലോ. ആ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എത്രയാ ഞാൻ അവിടുത്തെ വാല് കേട്ടത്, പക്ഷേ ഒരു ദിവസം അവിടുത്തെ ചുണ്ട് അനക്കുന്നത് കണ്ടു, അവിടുത്തെ ചുണ്ട് അനക്കുന്നത് കണ്ടു. എത്ര വഅലുകളും നസീഹത്തുകളുമാണ് ഞാൻ ഇന്ന് കേട്ടത്. ഇതൊരു വല്ലാത്ത രംഗമായിരുന്നു. ഞാൻ എന്റെ ചുവടൊന്ന് അടുപ്പിച്ചു വെച്ചു. 63 വയസ്സോട് റസൂലുള്ള അടുത്തുകൊണ്ടിരിക്കുമ്പോ എന്തോ എന്റെ മുഖത്തു നോക്കി അവിടുത്തെ ചുണ്ട് അനക്കുന്നത് കണ്ടു. ഞാൻ ഓടിച്ചെന്ന് എന്റെ ചുവടൊന്ന് അടുപ്പിച്ചു വെച്ചു. എന്താണ് റസൂലുള്ള പറയുന്നത്? ആ സമയത്ത് കാരുണ്യത്തിന്റെ മുത്ത് കണ്ണീരൊടുക്കി പറയുന്നത്, അൽ അർഹാം, അൽ അർഹാം, അൽ അർഹാം. ഓ ആശിഖീങ്ങളെ, വഫാത്തിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി അവിടുത്തെ ചുണ്ടടക്കി പറയുന്നത് അർഹാം. എന്റെ മക്കളെ, നിങ്ങളെല്ലാവരും കുടുംബ സ്നേഹികളാവണേ, കുടുംബത്തിലൊരു വിള്ളലുണ്ടാക്കരുത്. അൽ അർഹാം, നിങ്ങൾ ആരും കുടുംബത്തിൽ പടകി പോകരുത്. ഇന്നർ റഹ്മത ലാ തൻസിലു ഫീ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മിൻ. കുടുംബത്തോടെ ചോരകൾ തമ്മിലെങ്ങാനും, ഒരു ഉമ്മയുടെ മക്കൾ തമ്മിലെങ്ങാനും പരസ്പരം ചോരകൾ അല്പസമയം പടങ്ങിയാൽ ഇന്നർ റഹ്മ, സ്വഹാബത്തെ, തീർച്ചയായും അല്ലാഹുവിന്റെ റഹ്മത്ത് ലാ തൻസിലു ഫീ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മിൻ. കുടുംബത്തോടെ പിടങ്ങി നടക്കുന്ന ഒരൊറ്റ മനുഷ്യന്റെ വീട്ടിലും അല്ലാഹുവിന്റെ റഹ്മത്ത് പടച്ച റബ്ബ് കൊടുക്കുകയില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാത്ത വീടുകൾ പല രോഗങ്ങളും, പല പ്രശ്നങ്ങളും, പല ഹമ്മുകളും പ്രയാസങ്ങളും, മിൻ 70 നൗഅൻ മിനൽ ബലാ, 70ഓളം വരുന്ന നാശങ്ങൾ, മുസീബത്തുകൾ ആ വീടുകൾ അല്ലാഹു കൊടുക്കുന്നതാണ്. സ്വഹാബികളെ, ചോരകൾ തമ്മിൽ പിടങ്ങി നടക്കുന്ന മുസ്ലിമീങ്ങളുടെ വീടുകളിൽ ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്ത് റബ്ബ് കൊടുക്കില്ല. അവിടെ പ്രശ്നങ്ങളൊട്ട് തീരൂല്ല. ഖാല റസൂലുള്ളാഹി, റസൂലുള്ള പറയാ, മുഹമ്മദുർ റസൂലുള്ളാഹി, ഇന്നർ റഹ്മത ലാ തൻസിലു ഫീ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മിൻ. കുടുംബത്തോട് പിണങ്ങി നടക്കുന്ന ഒരു ഉമ്മയുടെ മക്കൾ, ജ്യേഷ്ഠാനുജന്മാരെങ്ങാനും, മുസ്ലിമീങ്ങളെ, ഞാനൊന്നും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ഒന്നും കൂടെ സൂചിപ്പിക്കട്ടെ. ഈ രംഗമങ്ങ് കേട്ടപ്പോ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പ്രബലമായ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ലാ യദ്ഖുലുൽ ജന്ന, ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹ്മിൻ എന്നൊരു സ്വഹീഹായ ഹദീസിൽ, മറ്റു ചില ഹദീസുകളൊക്കെ ഖാതിഉൻ, കുടുംബത്തിൽ ചോരകൾ തമ്മിൽ പിടങ്ങി നടക്കുന്ന ഒരു മനുഷ്യനും സ്വർഗത്തിൽ കിടക്കല് പോയി, സ്വർഗത്തിന്റെ വക്കൊന്ന് കാണല് പോയി, സ്വർഗത്തിന്റെ വാസന പോലും ശ്വസിക്കാൻ സാധ്യമല്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഇത്രയും കടികട്ടിയുള്ള വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോ ഹസൻ എന്ന കുട്ടിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ഹസനേ, മോനെ ഹസനേ, ലാ തസ്ഹബന്ന ഖാതിഅ റഹ്മിൻ, ലാ തസ്ഹബന്ന ഖാതിഅ റഹ്മിൻ. കുടുംബങ്ങളോട് പിണങ്ങി നടക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെയും എന്റെ മക്കൾ നടക്കരുതേ. ഫഇന്നീ വജദ്തുഹു മൽഊനം ഫീ കിതാബില്ലാഹ് ഫീ സലാസത്തി മവാദിഅ. യുവാക്കളെ, ദീനിന്റെ പടയാളികളെ, ഞാൻ അഭിവന്ദ്യരായ ഉസ്താദുമാർ, വലിയ വലിയ ദർസ് നടത്തുന്ന ധാരാളം ശിഷ്യസമ്പത്തിനെ വാർത്തെടുത്ത അഭിവന്ദ്യരായ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് നാട്ടുകാരെ ഞാൻ പറയട്ടെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ് പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ 6660 പരം വരുന്ന 6660 പരം വരുന്ന ആയത്തുകളിൽ 3 സ്ഥലങ്ങളിൽ ശക്തിയായി ഞാൻ ചെറുത് കണ്ടു. എന്റെ ഹസനെ, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും. ഖുർആനിൽ 3 സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്
പറഞ്ഞിട്ടുണ്ട്, കുടുംബങ്ങളോട് പിടങ്ങി നടക്കുന്ന, ചോരകൾ തമ്മിൽ പിടങ്ങി നടന്നാൽ നിസ്കാരത്താമ്പ് വെച്ച ഹാജിയാണ് എങ്കിലും കഅബാലയത്തിന്റെ തെല്ല പിടിക്കാൻ പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിൽ ചെന്നുകൊണ്ട് അല്ലാ എന്ന് വിളിച്ച് കരയാൻ ഭാഗ്യം ലഭിച്ച ഒരു ഹാജിയാണ് എങ്കിലും കുടുംബങ്ങളോട് പിടങ്ങി നടക്കുന്ന ഹാജിയാണോ? ഫഅലൈഹി ലഅനത്തുല്ലാഹ്. നംറൂദിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നത് പോലെ, ഖാറൂനിന്റെ പേര് കേൾക്കുമ്പോ, അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നത് പോലെ ഫഅലൈഹി ലഅനത്തുല്ലാഹ് ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. അവർ ശാപത്തിന്റെ ഉടമകളാണ്. നാട്ടുകാരെ, ഖുർആനാ പറയുന്നത്.